ഇത് എഗ്ഗ് വെച്ചിട്ടുള്ളൊരു ഐഡിയ ആണ്. ഇത് എഗ് ഫെർട്ടിലിറ്റി പണ്ടൊക്കെ നോക്കിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്നാണ്. അമ്മയുടെ അമ്മ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണ് തോന്നുന്നു. അപ്പോൾ എഗ് ഫെർട്ടിലിറ്റി നോക്കാനായിട്ട് ഇപ്പോൾ ക്യാൻഡലിങ് ഒക്കെ വെക്കണം. പണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റൽ നൈഫും എഗ്ഗും എടുക്കും. താഴ്ത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ മെറ്റൽ നൈഫിലോട്ട് നമ്മൾ എഗ്ഗ് ഇങ്ങനെ വെക്കണം. കാണാമല്ലോ അല്ലേ? ആ മെറ്റൽ നൈഫ് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ലൈറ്റായിട്ട് നൈഫ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഗ്ഗ് റൊട്ടേറ്റ് ചെയ്യണം. ജസ്റ്റ് തൊടാനേ പാടുള്ളൂ. റൊട്ടേറ്റ് നല്ല സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ആർക്കൊക്കെ ട്രിക്ക് നേരത്തെ അറിയാവുന്നവരോടൊന്ന് കമൻറ്റ് ചെയ്യും. ഇതിൻ്റെ ഇൻറ്റേർണൽ ലിക്വിഡിൻ്റെ മോഷൻ ആവാം ചിലപ്പോൾ ഇതിൻ്റെ ഈ മൂവ്മെൻറ്റുകൾ കാരണം. പക്ഷെ ഞാനിത് പണ്ടൊക്കെ നോക്കിയിട്ട് ഇത് 100% സക്സസ് ആയിരുന്നു. നല്ല ഫ്രഷ് എഗ്ഗാണ്, നല്ല ഫെർട്ടൈൽ എഗ്ഗാണെങ്കിൽ ഇങ്ങനെ തിരിയണ എഗ്ഗ് കൊണ്ട് വെച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ എന്താ പറയുക കോഴിക്കുഞ്ഞുങ്ങളുണ്ടാവും. ഇങ്ങനെ തിരിയാത്തൊക്കെ ആണെങ്കിൽ നമ്മൾ വെക്കാറില്ല. അതുകൊണ്ട് ചിലപ്പോൾ വിരിയത്തില്ലായിരിക്കും. എന്തായാലും ഇത് ട്രൈ നോക്കിയിട്ട് പറയും എങ്ങനെയുണ്ട് ഈ ട്രിക്ക്. ഓക്കെ, പിന്നെ മുട്ടയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് കണ്ട് സുനിൽ ഗവാസ്കറും കപിൽ ദേവും പറഞ്ഞാണ്, സൺഡേ ഹോയ മൺഡേ റോസ് ഗാവോ അൻഡേ.